എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതത്തിനെയും പിങ്കിയെയും നന്ദുമോനെയാണ്. നന്ദുമോനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ നന്ദൂട്ടനെ പരിശോധിക്കുന്നതാണ് കാണിക്കുന്നത്. ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് പിങ്കിക്കും ഗൗതമിനും അങ്ങനെ വല്ലാണ്ട് ടെൻഷനൊക്കെയാണ്. ഗൗതം ഇങ്ങനെ നഖമൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിങ്കി അതുപോലെ തന്നെ താലിമാലയൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഈ ടെൻഷൻ കാരണം. അന്നേരം ഡോക്ടർ വന്നിട്ട് പറയുവാണ്, അതെ മോന് ഇപ്പോൾ കാലിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നേരത്തെക്കാളും നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശരിക്കും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയുന്നു. അന്നേരം ഗൗതം ചോദിക്കുകയാണ്, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കുമോ ഡോക്ടറെ ശരിയായതെന്ന്. അപ്പോൾ അന്നേരം ഡോക്ടർ പറയുവാണ്, അതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നതല്ലേ, ഇതങ്ങനെയല്ല, ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള മാറ്റമാണ് നന്ദൂട്ടന് വന്നിരിക്കുന്നതെന്ന്. ഡോക്ടർ അന്നേരം പറയുവാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ല വകുപ്പുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ചോദിക്കുവാണ് ഡോക്ടർ, ഗൗതത്തിൻ്റെ വൈഫിൻ്റെ പരിചരണവും ഇതെല്ലാം കൊണ്ടാണല്ലേ ഇത്ര പെട്ടെന്ന് നന്ദൂട്ടൻ്റെ കാല് ശരിയാവുന്നതെന്ന്. അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അയ്യോ അതൊന്നും അല്ല, എൻ്റെ ഡോക്ടർ ആൻറ്റി കാരണമാണ് എൻ്റെ കാല് ഇത്രയ്ക്ക് ശരിയായതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, അയ്യോ മോനെ അങ്ങനെയൊന്നും പറയരുത്, അമ്മ പാവമല്ലേ, അമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തു തരണേന്ന് നിനക്കറിയത്തില്ല, ഇങ്ങനെയൊക്കെ ഗൗതം പറയുവാണ്. അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അതൊക്കെ ശരിയാ, പക്ഷേ എനിക്ക് ഡോക്ടർ ആൻറ്റി തന്ന ഓയിൻമെൻറ്റ് ഇട്ടതിന് ശേഷമാണ് കാലിത്രയ്ക്ക് സുഖമായതെന്ന് നന്ദൂട്ടൻ പറയുന്നുണ്ട്. ഡോക്ടർ ആൻറ്റി തന്ന ഓയിൻമെൻറ്റിന് ശേഷമാണ് എൻ്റെ കാലിൽ റെഡി ആയതെന്ന് പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുവാണ്, അതാരാ ഈ ഡോക്ടർ ആൻറ്റി, നന്ദയെക്കുറിച്ച് ചോദിക്കുവാണ് ഡോക്ടർ. അന്നേരം പിങ്കി പറയുവാണ്, അത് ഡോക്ടറെ, മോനൊരു ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് മോനൊരു പരിക്ക് പറ്റി, അങ്ങനെ അവിടെ ഉണ്ടായിരുന്നൊരു ഡോക്ടർ മോനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അന്നേരം കാലിൽ കുറച്ച് ഓയിൻമെൻറ്റൊക്കെ കൊടുത്തിരുന്നു, അതിട്ടതിന് ശേഷമാണ് അവന് ഇത്രയ്ക്ക് നല്ല റിസൾട്ട് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നന്ദൂട്ടനും പറയുന്നു, നല്ലൊരു ഡോക്ടർ, നല്ല ഡോക്ടർ ആൻറ്റിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കുവാണ്, അത് കൊള്ളാമല്ലോ, അതാരാ ആ ഡോക്ടർ, ആ ഡോക്ടർ ആൻറ്റി കൊള്ളാമല്ലോ, വീട് എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അതങ്ങ് ദൂരെയാ, അങ്ങ് ശാന്തിപുരത്താണ് ഡോക്ടറിൻ്റെ വീടെന്ന് പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ വീണ്ടും ചോദിക്കുവാണ്, ആ ഡോക്ടർ ആൻറ്റിയുടെ പേരെന്താ. അന്നേരം നന്ദൂട്ടൻ അതറിയത്തില്ല, അങ്ങനെ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നേരം ഡോക്ടർ ചോദിക്കുവാണ്, എന്താ മോനെ നിനക്ക് ആ ഡോക്ടർ ആൻറ്റിയുടെ പേരറിയത്തില്ലേന്ന്. അപ്പോൾ അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അത് എനിക്കറിയത്തില്ല, എനിക്ക് മറന്നുപോയി എന്നൊക്കെ പറയുന്നു. ഞാൻ ഡോക്ടർ ആൻറ്റി എന്നാണ് വിളിക്കുന്നത് എന്ന് നന്ദൂട്ടൻ പറയുവാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുവാണ്, അയ്യോ പേരറിയായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും നാട്ടുവൈദ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകുന്നൊരു ചാൻസസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ ഡോക്ടർ തന്നെ നിങ്ങൾ കാണിച്ചോ, ഞാൻ അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുവാണ്, ഒരാഴ്ചയ്ക്കുള്ളിൽ നന്ദുമോൻ്റെ കാൽ ഇത്രയ്ക്ക് ശരിയാക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ ഡോക്ടർ ഒരു നല്ലൊരു ഡോക്ടറാണ്, അവരെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചാൽ മതിയെന്ന് ഈ ഡോക്ടർ പറയുവാണ്. അന്നേരം ഗൗതം ചോദിക്കുകയാണ്, അത് കൊള്ളാലോ ഡോക്ടറെ, സാധാരണ ഒരു ഡോക്ടർ വേറൊരു ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യാത്തതാണ്. അന്നേരം ഈ ഡോക്ടർ പറയുവാണ്, അത് ശരി, അത് ഡോക്ടർമാരുടെ ഇടയിലുള്ള ഇതൊരു കുഞ്ഞിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ഉണ്ടായേ പറ്റുള്ളൂ എന്ന് ഡോക്ടർ ഗൗതമിനോട് പറയുവാണ്. അന്നേരം ഡോക്ടർ വീണ്ടും പറയുവാണ്, നിങ്ങൾ എന്തായാലും ആ ഡോക്ടറിനെ തന്നെ കാണിക്കണം, എന്തായാലും നന്ദുകുട്ടന് ഇതിനേക്കാളും നല്ല മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് തന്നെ നിങ്ങൾ ചെയ്യണം, അതാണ് എൻ്റെ മനസ്സ് പറയുന്നത്, അത് നല്ലൊരു ഡോക്ടറാണെന്ന് പറയുവാണ്. അന്നേരം ഗൗതം പറയുവാണ്, തീർച്ചയായിട്ടും കാണിക്കാൻ ഡോക്ടറെ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, അവന് കാല് ശരിയാകാൻ വേണ്ടി ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും ഞാൻ ഇവനെയും കൊണ്ട് പൊയ്ക്കോളാം എന്ന് പറയുന്നു. ഗൗതം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിങ്കി അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുവാണ്, അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് പിങ്കിക്ക്. അന്നേരം ഡോക്ടർ പറയുവാണ്, മോൻ ഒരു കാര്യം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ നല്ല രീതിയിൽ നോക്കി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നിന്നെ ശരിയാക്കി എടുത്തോളൂ എന്നൊക്കെ പറയണം. അപ്പോൾ നന്ദൂട്ടൻ പറയണം, അതെനിക്കറിയാം, എൻ്റെ അച്ഛനും അമ്മയും അത്രയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്, ഐ ലവ് യു അച്ഛ അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദൂട്ടൻ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദേനെയാണ്. നന്ദ ഒരു സ്ഥലത്തേക്ക് മാറി നിന്ന് വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. ഗൗരി അങ്ങോട്ടേക്ക് വരുവാണ്. ഗൗരി വരുന്ന കണ്ടിട്ട് നന്ദ ഇങ്ങനെ കരയുവാണ് എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്.
അന്നേരം ഗൗരി ചോദിക്കുകയാണ്, എന്താ അമ്മ കരയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ പറയുവാണ്, എൻ്റെ മോൾക്ക് എന്നെ വേണ്ടല്ലോ എന്നൊക്കെ നന്ദ പറയുന്നുണ്ട്. അന്നേരം ഗൗരി പറയുവാണ്, ഞാനങ്ങനെ പറഞ്ഞതിന് സോറി അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, മോൾ എന്നാലും എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി വിഷമമായി, അതുകൊണ്ട് അമ്മ കരയുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗരിമോൾ പറയുവാണ്, ഞാൻ പോലീസുകാരിയുടെ അമ്മമാരൊന്നും കരയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നല്ല സ്ട്രോങ് ആയിരിക്കണം അമ്മമാർ എന്ന് ഗൗരിമോൾ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ മോൾ അമ്മയോട് എപ്പോഴും അമ്മയ്ക്ക് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നന്ദ ചോദിക്കുന്നുണ്ട്. മോൾക്ക് അമ്മയെക്കാൾ ഇഷ്ടം അച്ഛനെയാണോ? നേരം ഗൗരിമോൾ പറയുവാണ്, ഇല്ല അമ്മേ, എനിക്ക് അമ്മയെ തന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അച്ഛനാരാന്നൊന്നും എനിക്കറിയില്ലല്ലോ അമ്മേ, കാണണമെന്ന ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നതെന്ന് നന്ദയോട് പറയുന്നുണ്ട്. നന്ദുവിൻ്റെയൊക്കെ പപ്പയെ പോലത്തെ പപ്പയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പപ്പയാണെങ്കിൽ എന്നെക്കാളും മോൾക്ക് ഇഷ്ടമാണോ? അന്നേരം ഗൗരിമോൾ പറയണം, ഇല്ല അമ്മേ, എനിക്ക് അമ്മയോട് തന്നെയാണ് ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. അമ്മ എന്നെ വളർത്തി ഇത്രയ്ക്ക് വലുതാക്കിയില്ലേ, എനിക്കതുകൊണ്ട് അമ്മയുടെ അടുത്ത് തന്നെയാണ് ഇഷ്ടമെന്ന് ഗൗരിമോൾ പറയുന്നുണ്ട്. അമ്മ എന്നെ വളർത്തി ഇത്ര വലുതാക്കിയില്ലേ, അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്താണ് ഇഷ്ടം. പക്ഷേ എനിക്ക് അച്ഛൻ നല്ലൊരു അച്ഛനാണെങ്കിൽ എനിക്ക് ആ അച്ഛനെയും ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അത്രയേ ഉള്ളൂ അമ്മയെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, എൻ്റെ നല്ല മോള്, ഇനി അമ്മയ്ക്ക് വാക്കുതാ, ഇനി ഒരിക്കലും അമ്മയെ ഇങ്ങനെയൊന്നും വിഷമിപ്പിക്കൂലെന്ന്. അന്നേരം നന്ദ വീണ്ടും പറയുവാണ്, മോള് അമ്മയ്ക്ക് വാക്കുതാ, ഇനി ഒരിക്കലും അച്ഛനെ കുറിച്ച് ചോദിക്കില്ലെന്ന്. അന്നേരം ഗൗരിമോള് പറയുവാണ്, ഉറപ്പമ്മേ, ഞാനിനി അച്ഛൻ്റെ കാര്യം പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് നന്ദ ഗൗരിമോൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുവാണ്. അതിനുശേഷം പിങ്കിയാണ് കാണിക്കുന്നത്. പിങ്കിയാണെങ്കിൽ അവിടെ വലിയമ്മയുടെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയുവാണ്, ശാന്തിപുരത്തേക്ക് പോകുന്നുണ്ട് നന്ദൂട്ടൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ശാന്തിപുരത്തുള്ള ഡോക്ടർ നല്ല ഡോക്ടർ എന്നാണ് തോന്നുന്നത്. ഇവനെ കാണിക്കുന്ന ഡോക്ടർ ഇപ്പോൾ സജസ്റ്റ് ചെയ്ത് ആ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം വലിയമ്മ ചോദിക്കുവാണ്, മോളെ, ശാന്തിപുരം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപ്രദേശമാണല്ലോ മോളെ, അങ്ങ് അതുവരെ പോകണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ പിങ്കി പറയുവാണ്, അത് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ വലിയമ്മയെന്ന് പറയുന്നു. അത്യാവശ്യം നല്ല ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്, എങ്കിലും നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ആ ഡോക്ടറിനെയല്ലേ, അപ്പോൾ എന്തായാലും നന്ദൂട്ടനെ നമുക്ക് അവിടെ തന്നെ കാണിക്കണമെന്ന് പിങ്കി പറയുന്നു. അന്നേരം വലിയമ്മ പറയുവാണ്, നന്ദുമോൻ പറഞ്ഞ് കേട്ട് പരിചയമുള്ള ഒരു ഡോക്ടർ മാത്രമാണ്, അതുകൊണ്ടാണ് ഒരു ടെൻഷൻ എന്ന് പറയുന്നു. അന്നേരം ലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ മോളെ പേര് പറഞ്ഞേ? അപ്പോൾ പിങ്കി പറയുകയാണ്, ശാന്തിപുരം ഒരു മനസമാധാനമുള്ള ഒരു സ്ഥലമാകട്ടെ എന്ന് അതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുവാണ്, അത് അവിടെ പോയി കഴിഞ്ഞാലേ അറിയത്തുള്ളൂ അമ്മ എന്ന് പറയുന്നു. എന്തായിരുന്നാലും അവർ പറയുന്നുണ്ട്, എൻ്റെ മോനിൽ നിന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരെ പിങ്കി പറയുവാണ്, നടക്കും വലിയമ്മേ, നമ്മൾ അവിടെ വരെ പോകുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം മോഹിനി പറയുവാണ്, കേട്ട് പരിചയം പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരു കണ്ടിട്ടില്ലാത്ത ഒരു ഡോക്ടർക്ക് വേണ്ടി, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് പറയുവാണ് മോഹിനി. അന്നേരം പിങ്കി പറയുവാണ്, 15 ദിവസം ഗൗതം ലീവ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അവൻ എത്രയും പെട്ടെന്ന് അവൻ ചാടിക്കളിച്ച് നടക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ചെറിയ അമ്മായിയുടെ അടുത്ത് പിങ്കി. അന്നേരം ലക്ഷ്മി ചോദിക്കണം, മോളും പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയണ, അതേ അമ്മായി പോകുന്നുണ്ട്, ഇത് നന്ദൂട്ടൻ്റെയും ഗൗതമിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതുകൊണ്ട് എന്തായാലും എനിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്പടി നീ ഗൗതത്തിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നിന്നെ ഞാൻ വിട്ടത് തന്നെടി, ഞാനൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ മോഹിനി അങ്ങ് മനസ്സിൽ വിചാരിക്കുകയാണ്. നീ പോകില്ലേടി പിങ്കി ശാന്തിപുരത്തേക്ക്, നന്ദുവും ഗൗതമും മാത്രം പോയിട്ട് വരട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ നന്ദു ഗൗരിയെ ഫോൺ വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ ഗൗരി മോളടുത്ത് പറയുവാണ് നന്ദൂട്ടൻ. അപ്പോൾ ഗൗരി മോൾ ചോദിക്കുകയാണ്, സത്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ നന്ദു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ പറയുവാണ്, അതേന്നേ, എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇത് എന്നെ ശാന്തിപുരത്ത് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടറിനെ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അവിടെ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ടെന്ന് നന്ദൂട്ടൻ പറയുന്നുണ്ട്. ഞങ്ങളൊരു 2 ആഴ്ച അവിടെ ഉണ്ടാകും,
അന്നേരം ഗൗരിമോൾ പറയുവാണ് ആണോ, ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പറയട്ടെ എന്ന് പറയുന്നു. അന്നേരം നന്ദുടൻ ചോദിക്കുവാണ് അതെ ഡോക്ടർ ആൻറ്റി അടുത്തുണ്ടോ എന്ന്. അപ്പോൾ ഗൗരിമോൾ പറയുവാണ് ഇല്ല അമ്മ ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അന്നേരം പിങ്കി വരുമ്പോഴത്തേക്ക് ആരാ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുടൻ പറയുവാണ് അത് ഗൗരിയ. അപ്പോൾ നന്ദുടൻ പറയുവാണ് പിങ്കി പറയുവാണ് ഞാൻ നിൻ്റെ ഗൗരിയുടെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്ന്. എന്നിട്ട് നന്ദുടൻ പറയുവാണ് അമ്മ സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് പിങ്കിയും ഗൗരിമോളും സംസാരിക്കുവാണ്. അന്നേരം പിങ്കി പറയുവാണ് ഹലോ മോളെ, ഞാൻ നന്ദുൻ്റെ അമ്മയാ. അന്നേരം ഗൗരിമോള് പറയുവാണ് ഹായ് ആൻറ്റി എന്ന്. അന്നേരം പിങ്കി ചോദിക്കണം മോളുടെ പേരെന്താ? ഗൗരി. നന്ദു പറയാറുണ്ട് എന്ന് പറയുന്നു. ഞാൻ ചുമ്മാ പേര് ചോദിച്ചതാ. അന്നേരം പിങ്കി ചോദിക്കണം മോളുടെ അമ്മ ഉണ്ടോ അടുത്ത്? അപ്പോൾ മോള് പറയുവാണ് ഇല്ല അമ്മ അപ്പുറത്താ. എന്താ ആൻറ്റി ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ പിങ്കി പറയുവാണ് അല്ല ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻറ്റ് എടുക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗരി മോള് പറയുവാണ് അയ്യോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്നേ, എൻ്റെ അമ്മ അറിഞ്ഞാൽ ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, അതുകൊണ്ട് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ടെന്നേ, ഞാനല്ലേ പറയുന്നത്, ധൈര്യമായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് കയറിപ്പോരെ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഞങ്ങളിവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറയുവാണ് ഗൗരിമോള്. എന്നിട്ട് പിങ്കിയോട് പറയുവാണ് ആൻറ്റി ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് പോകുവാണ് ഗൗരിമോള്. അന്നേരം പിങ്കി പറയുവാണ് മോനെ നന്ദു, നിന്റെ ഗൗരി ആള് സ്മാർട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നന്ദുടൻ പറയുവാ ഭയങ്കര സ്മാർട്ടാ, അതല്ലേ എനിക്ക് ഗൗരി മോളെ ഇഷ്ടപ്പെട്ടെന്ന്. അന്നേരം നമ്മുടെ ഗൗരിയുടെ അടുത്ത് പെട്ടെന്ന് നന്ദ വരുവാണ്. അന്നേരം നന്ദ ചോദിക്കുവാണ് ആരാ മോളെ ഇത് ഫോണിൽ? അന്നേരം ഗൗരി മോള് പറയുവാണ് അത് വേറെ ആരുമല്ല നന്ദുവാ, നന്ദുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അമ്മയെ കാണാനാ വരുന്നേ. അപ്പോൾ നന്ദ ചോദിക്കണം ആണോ, എന്താ മോളെ പ്രത്യേകിച്ച്? അവൻ്റെ കാലിന് നല്ല മാറ്റം ഉണ്ടെന്ന്, അതുകൊണ്ട് അവൻ്റെ ഡോക്ടർ പറഞ്ഞു അമ്മയെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുവാ എന്ന്. അപ്പോൾ നന്ദ പറയുവാണ് അത് കൊള്ളാമല്ലോ. അന്നേരം നന്ദ പറയുവാണ് എല്ലാവരും വരട്ടെ, നമുക്ക് അവർക്കൊരു ട്രീറ്റ് കൊടുക്കാം. എന്നിട്ട് ഗൗരിമോള് പറയുവാണ് അമ്മയെ വേണം. എന്നിട്ട് പറയാ നന്ദ വരയില്ലമ്മേ, റൂമൊക്കെ അലങ്കരിക്കണമെന്ന്, കുമ്പളപ്പൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അന്നേരം നന്ദ പറയുവാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കാം മോളെ എന്ന് പറയുന്നു. അന്നേരം പെട്ടെന്ന് ആരോ ഹോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അന്നേരം നന്ദ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മുമ്പത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. ഗൗതമായിട്ട് പിരിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നു, അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നിർമ്മൽ വരുന്നത്. അന്നേരം നിർമ്മൽ ചോദിക്കുകയാണ് നന്ദ ഡോക്ടർ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദ പറയുവാണ് എന്തോ മനസ്സിനൊരു സുഖമില്ല എന്ന് പറയും, എന്തോ ഒരു വിഷമം പോലെ. അന്നേരം നിർമ്മൽ പറയുവാണ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അന്നേരം നന്ദയുടെ അടുത്ത് ഗൗരിമോൾ വരുന്നു. അപ്പോൾ നിർമ്മൽ ചോദിക്കണം ഗൗരിമോൾ വന്നോ, നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നിർമ്മൽ ചോദിക്കണേ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങുന്ന ആളാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ നിർമ്മൽ ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ് അത് വേറൊന്നും അല്ല നിർമ്മൽ, ഇവളുടെ ഒരു ഫ്രണ്ട് ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നില്ലേ നന്ദു, അവൻ്റെ അമ്മയും അച്ഛനുമായിട്ടൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്, ആ കുട്ടിയുടെ കാലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നിർമ്മൽ ചോദിക്കണം അപ്പോൾ ഇവള് ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് നിർമ്മൽ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗരിമോൾ ചോദിക്കുകയാണ് നിർമ്മൽ അങ്കിൾ ഇവിടെ ഉണ്ടാകുമോ? അന്നേരം നിർമ്മൽ പറയുവാണ് ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകുമെന്ന്. അന്നേരം ഗൗരിമോൾ ചോദിക്കുകയാണ് നന്ദൂട്ടൻ്റെ അച്ഛനും അമ്മയും കാണാൻ നിർമ്മൽ അങ്കിളും ഉണ്ടാകുമല്ലോ. അന്നേരം നിർമ്മൽ പറയുവാണ് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന്. എന്നിട്ട് നളിനിയുടെ അടുത്തേക്ക് ഗൗരിമോൾ ഓടി പോവുകയാണ്. ഞാൻ നളിനി എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന്. അപ്പോൾ നിർമ്മൽ പറയുവാണ് ഞാൻ ശരി മോളെ എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ ചോദിക്കുവാണ് എന്താ നിർമ്മൽ എന്താ പറയാൻ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നിർമ്മൽ എന്ന് ചോദിക്കുമ്പോൾ നിർമ്മൽ പറയുന്നുണ്ട് അതൊരു ബാഡ് ന്യൂസ് ആണെന്ന്. അന്നേരം നന്ദ പറയുന്നുണ്ട് ബാഡ് ന്യൂസോ, അതെന്താ? അന്നേരം നിർമ്മൽ പറയുവാണ് നമ്മുടെ മഞ്ജുളയില്ലേ, അവരുടെ മോൻ ജയിലിൽ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ് എന്താ നിർമ്മൽ, നീ എന്താ പറയുന്നേ എന്ന്. അപ്പോൾ നിർമ്മൽ പറയുവാണ് അതേ നന്ദ, ഇനി നന്ദ സൂക്ഷിക്കണമെന്ന് പറയും. നന്ദയുടെ മോളും എല്ലാം സൂക്ഷിക്കണം, അതാ ഞാൻ 2 ദിവസത്തേക്ക് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനാന്ന് പറയുന്നുണ്ട് നിർമ്മൽ. അന്നേരം നന്ദ ആകെ ടെൻഷൻ ആകുകയാണ്, അയ്യോ എൻ്റെ ദൈവമേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് നന്ദ. അന്നേരം പിന്നെ ലക്ഷ്മിയും പിങ്കിയാണ് കാണിക്കുന്നത്. ലക്ഷ്മി പിങ്കിയോട് പറയുവാണ് നീ ശാന്തിപുരത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നീ ഗൗതമിൻ്റെ മനസ്സ് നിൻ്റെ കയ്യിലായിരിക്കണം,
നീയും ഗൗതമും ഒന്നിച്ചായിരിക്കണം ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ മനസ്സ് മൊത്തത്തിൽ ഇരുട്ടായി കിടക്കുന്നതാണ്, അവിടെ വെളിച്ചം പകരേണ്ടത് നീയാണ് എന്നൊക്കെ പിങ്കിയോട് പറയുന്നു. നീയും നന്ദുവാണ് ഇപ്പോഴത്തെ അവൻ്റെ ലോകം എന്ന് പറയുന്നത്, എന്നാൽ അതുപോലെ തന്നെ ആയിരിക്കണം ഇനി. ഗൗതത്തിൻ്റെ മനസ്സ് നീ കീഴടക്കണം മോളെ എന്ന് പറയുന്നുണ്ട്. നീയും അവനും ഒന്നാവേണ്ട ഒരു ചാൻസാണ് ഈ ശാന്തിപുരം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ശാന്തമായിരിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിങ്കി പറയുവാണ്, അമ്മായി അതൊക്കെ നടക്കുമോ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നേരെ ലക്ഷ്മി പറയുവാണ്, മോള് വിചാരിച്ച എല്ലാം നടക്കും, അതുകൊണ്ട് നിർമ്മല നീ നല്ല രീതിയിൽ ഒന്നിച്ചിട്ട് വേണം വരാനെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാണ് ലക്ഷ്മി.